ശിവക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യമുള്ള വൃക്ഷമാണല്ലോ നമ്മുടെ മലയാളികൾക്ക് ഏറെ സുപരിചിതമായ കൂവളവൃക്ഷം. ദേവി ഭാഗവതത്തിലെ ശിവപുരാണത്തിലൊക്കെ അനവധിയായി വർണ്ണിക്കുന്ന ഒരു ശ്രേഷ്ഠ വൃക്ഷമാണ് കൂവളമരം. അനവധി പേരുകളിൽ ഈ കൂവളമരം അറിയപ്പെടുന്നുണ്ട്. വിശേഷമായിട്ടും ശിവമല്ലി, ശിവദ്രുമം, വില്വം, ബില്വം, അങ്ങനെ അനവധി പേരുകളിൽ വില്വം അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ബില്വതലങ്ങൾ, കൂവളമരത്തിൻ്റെ ഇതളുകൾ 3 ചേർന്നത് ഭഗവാന്റെ തൃനേത്രങ്ങളായിട്ടാണ് നമ്മൾ സങ്കല്പിച്ചിട്ടുള്ളത്. ത്രിജന്മപാപസംഹാരം ഏകബില്വം ശിവാർപ്പണം എന്ന് കേൾക്കാത്തവർ അധികമുണ്ടാകുക. 3 ജന്മങ്ങളുടെ പാപവും തീർക്കാൻ 3 ഇലകൾ ഭഗവാന്റെ തൃക്കണ്ണോട് കൂടിയിട്ട്, ഭഗവാന്റെ 3 നേത്രങ്ങളോടുകൂടിയ ആ ബില്വം ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുക വെച്ചാൽ ജന്മാന്തരങ്ങളായിട്ടുള്ള ദുഷ്കൃതങ്ങളിൽ നിന്ന് മുക്തി സിദ്ധിക്കുന്നതിൽ സംശയമില്ല. ബില്വത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രോഗശമന ശേഷിയുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിലെ എല്ലാ വിഷദോഷങ്ങളെയും ഹനിക്കാൻ ശക്തിയും വൈഭവമുള്ള വളരെ വിശേഷമായിട്ടുള്ളൊരു വൃക്ഷമാണ് കൂവളവൃക്ഷം അഥവാ വില്വം. ഉത്തരേന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ ശിവദ്രുമം വളരെ പ്രാധാന്യത്തോടുകൂടി പരിപാലിക്കണതാണ്. കൂവളവൃക്ഷം നശിക്കരുത്, അത് നശിക്കണ ദോഷമാണെന്ന് പറയാൻ കാരണം തന്നെ കൂവളമരം നടരുതെന്നല്ല. ഒരിക്കലും ഹിന്ദുക്കളുടെ ഇടയിലുള്ള വലിയൊരു തെറ്റിദ്ധാരണയാണ്. കൂവളം വീട്ടിൽ വന്നാൽ ആപത്തുകൾ ഉണ്ടാവുമോ, അല്ലെങ്കിൽ നമ്മളോടൊക്കെ വിളിച്ചു ചോദിക്കാറുണ്ട്, അപകടങ്ങൾ ഉണ്ടാവും. തീർച്ചയായിട്ടും ഒരു ശ്രേഷ്ഠ വൃക്ഷം നശിച്ചു പോയാൽ അത് ഒരു ആപൽ സൂചനയാണ് എന്ന് സൂചിപ്പിച്ചത് അതിനെ ഭംഗിയായി പരിപാലിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ. കാരണം അതിന് വേണ്ട രീതിയിലുള്ള പരിചരണങ്ങൾ, അശുദ്ധികളൊന്നും ബാധിക്കാതെ പവിത്രമായ സ്ഥലത്ത് വേണം ആ കൂവളം ഉണ്ടാവാൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്രകാരമൊക്കെ പറയുണ്ടായത്. എന്തായാലും കൂവളവൃക്ഷത്തെ പാലിക്കേണ്ടത് നമ്മുടെ ധർമ്മമാണ്. കൂവളം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ശ്രേയസ്സും അനുഗ്രഹവും വന്നു ചേരുന്നത് പോലെ തന്നെ അത് പാലിക്കുന്നിടത്തും തീർച്ചയായും ശിവപുരാണത്തിൽ തന്നെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു കഥാസന്ദർഭം, സകല പാപവും ചെയ്യുന്നതായ ദുഷ്ടനായ ഒരു ബ്രാഹ്മണൻ ശിവരാത്രി ദിവസം യാദൃച്ഛികമായി അദ്ദേഹത്തിന് അറിവില്ലായിരുന്നൊരു കൂവളമരത്തിൽ ചെന്ന് രാത്രികാലത്തിൽ അദ്ദേഹം വിശ്രമിച്ചു എന്ന് അറിയാതെ അതിൽ നിന്ന് ദളങ്ങൾ പൊട്ടിച്ച് താഴേക്കിട്ടപ്പോൾ അതൊരു ശിവലിംഗത്തിൽ ചെന്ന് പതിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ജന്മാന്തര പാപങ്ങളിൽ നിന്ന് മുക്തിയെ പ്രാപിച്ചു. അപ്പോൾ അറിവില്ലാണ്ടാച്ചാലും ഒരു കൂവടതളം ഒരു ശിവലിംഗത്തിലെ സ്പർശനേറ്റപ്പോൾ ആ മഹാഭാവിയുടെ ദുരിതങ്ങളിൽ നിന്ന് അദ്ദേഹം മുക്തനായി എന്ന് പറഞ്ഞ പോലെ കൂവടതളം ഭഗവാന് സമർപ്പിക്കുമ്പോൾ, വില്ലുതളം ഭഗവത്പാദങ്ങളിൽ സമർപ്പിക്കുമ്പോൾ അത്ര കണ്ട് വലിയൊരു പുണ്യാണ് കിട്ടണം.